ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 42ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ബയോളജിയിലെ അസ്ഥിവ്യവസ്ഥ സ്കെലിറ്റൽ സിസ്റ്റത്തെ കുറിച്ചാണ്. ഈ ഒരു ക്ലാസ്സിൽ PSC എക്സാമിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും SCRT NCRT ഫാക്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ക്ലാസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അസ്ഥി വ്യവസ്ഥ അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം. അസ്ഥികളും കുറച്ച് തരുണാസ്ഥികളും അടങ്ങുന്ന ചട്ടക്കൂടിനെയാണ് നമ്മൾ അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അസ്ഥിവ്യവസ്ഥ അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അസ്ഥികളും കുറച്ച് തരുണാസ്ഥികളും അടങ്ങുന്ന ചട്ടക്കൂടാണ് അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ശരീര ചലനങ്ങളിൽ ഈ വ്യവസ്ഥ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ ചലനങ്ങളിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന അതാണ് എന്തെന്ന് പറയുന്നത്? അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്നത്. അസ്ഥിയും തരുണാസ്ഥിയും സവിശേഷമായ യോജക കലകളാണ്. അസ്ഥി എന്ന് പറയുമ്പോൾ ബോൺസ്, തരുണാസ്ഥി എന്ന് പറയുമ്പോൾ കാർട്ടിലേജ് ആണ്. അപ്പോൾ അസ്ഥിയും അതേപോലെ തന്നെ തരുണാസ്ഥിയും സവിശേഷമായ ഒരു യോജക കലയാണ്, അതായത് കണക്റ്റീവ് ടിഷ്യൂ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ അസ്ഥികൾക്ക് വളരെ കൂടിയ മാട്രിക്സ് ആണ് ഉള്ളത്. അപ്പോൾ കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ എന്താണ്? ഈ പറയുന്ന അസ്ഥികൾക്ക് വളരെ കൂടിയ മാട്രിക്സ് ആണ് ഉള്ളത്. മാട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശങ്ങൾക്ക് ഇടയിലുള്ള ഒരു പദാർത്ഥമാണ്, ഒരു ജെല്ലി പോലുള്ള പദാർത്ഥമാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ അസ്ഥികൾക്ക് വളരെ കൂടിയ മാട്രിക്സ് ആണ് ഉള്ളത്. കോൺട്രിയാറ്റിൻ ലവണങ്ങൾ തരുണാസ്ഥികൾക്ക് ഒരു വഴക്കമുള്ള മാട്രിക്സ് പ്രദാനം ചെയ്യുന്നു. അപ്പോൾ കോൺട്രിയാറ്റിൻ ലവണങ്ങളാണ് തരുണാസ്ഥികൾക്ക് ഒരു വഴക്കമുള്ള മാട്രിക്സ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസായിട്ട് നമുക്ക് അസ്ഥിവ്യവസ്ഥയെക്കുറിച്ചുള്ളതിൽ നമുക്ക് ബേസായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് മക്കളെ അസ്ഥിവ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഥികളും കുറച്ച് തരുണാസ്ഥികളും അടങ്ങുന്ന ചട്ടക്കൂടിനെയാണ് നമ്മൾ അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്നത്. ശരീരചലനങ്ങളിൽ ഈ വ്യവസ്ഥ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നു. അതേപോലെ തന്നെ അസ്ഥിയും തരുണാസ്ഥിയും സവിശേഷമായ ഒരു യോജക കലയാണ്, അതായത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് അസ്ഥികൾക്ക് വളരെ കൂടിയ മാട്രിക്സ് ഉള്ളത്. അപ്പോൾ കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് അസ്ഥികൾക്ക് ഏറ്റവും എന്താ ഉള്ളത്? മാട്രിക്സ് ഉള്ളത്. അപ്പോൾ വളരെ കൂടിയ മാട്രിക്സ് വരുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാലാണ്. കോൺട്രിയാറ്റിൻ ലവണങ്ങൾ തരുണാസ്ഥികൾക്ക് ഒരു വഴക്കമുള്ള മാട്രിക്സ് പ്രദാനം ചെയ്യുന്നു. ഓക്കെ, ഇനി അസ്ഥികളെ കുറിച്ചുള്ള പഠനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ടാവും. അപ്പോൾ അസ്ഥികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഓസ്റ്റിയോളജി. ഒത്തിരി തവണ ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യം. അപ്പോൾ ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നതാണ് ഓസ്റ്റിയോളജി. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. LGS, LDC അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ ചോദിക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. തെറ്റിക്കരുത്, ശ്രദ്ധിക്കുക. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. അസ്ഥികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഓസ്റ്റിയോളജി. ഇനി നവജാത ശിശുക്കളിൽ ചോദിക്കാറുണ്ട്, നവജാത ശിശുക്കളിൽ എത്ര എണ്ണമാണ് അസ്ഥികൾ ഉള്ളതെന്ന് ചോദിച്ചാൽ 300 എണ്ണമാണ്. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 300 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 206. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 300 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിക്കണ ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് തുടയലിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഭീമർ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിലെ
ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് തുടയെല്ലാണ്, അല്ലെങ്കിൽ ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ കാണുന്ന സ്റ്റേപ്പീസ് എന്നറിയപ്പെടുന്ന അസ്ഥിയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് തുടയെല്ലാണ്, ഫീമർ. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പീസ് ആണ്. ചെവിയിൽ കാണുന്ന അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്, സ്റ്റേപ്പീസ് എന്ന് പറയുന്നത് ചെവിയിൽ കാണുന്ന അസ്ഥിയാണ്. മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റും അതേപോലെ തന്നെ കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ്. അപ്പോൾ മനുഷ്യ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ പദാർത്ഥങ്ങൾ കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റും അതേപോലെ തന്നെ കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് മനുഷ്യനിലെ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. മനുഷ്യൻ്റെ അസ്ഥിയുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വച്ചോ. ജീവകം ഡി, വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, അത് കാൽസ്യമാണ്. ഓക്കെ, അപ്പോൾ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹമാണ് കാൽസ്യം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, അത് ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ കോഡാണ് ബോഫൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയതായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾക്ക് ഈ ഒരു അതായത് എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ഫാക്റ്റാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്. അപ്പോൾ അത് ഓക്സിജൻ ആണോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആണോ അല്ലെങ്കിൽ നൈട്രജൻ ആണോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂസിങ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ബോഫൻ എന്ന് പറയുന്ന കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടുന്നതായിരിക്കും. ബോഫൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ കോഡ് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ BO, അപ്പോൾ ഭൂമിയിൽ ഓക്സിജൻ, ഇനി പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ. അപ്പോൾ ബോഫൻ എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യവും, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഓക്സിജൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചോദിക്കാറുണ്ട്. അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ടവ മാത്രം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അത് നിലവിൽ അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നോക്കിക്കോ, അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് പോസ്റ്റിയോപോറിസ്, അതേപോലെ തന്നെ അർത്രൈറ്റിസ്, റിക്കറ്റ്, ഓസ്റ്റിയോമലേഷ്യ. ഇതൊക്കെയാണ് അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ്. പോസ്റ്റിയോപോറിസ്, അതേപോലെ തന്നെ ആർത്രൈറ്റിസ്, റിക്കറ്റ്, ഓസ്റ്റിയോമലേഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ, ചെന്നൈയിലാണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, കാൽസ്യം ഫോസ്ഫേറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, അതായത് എന്താണ്, നിലവിൽ മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ, കാൽസ്യം ഫോസ്ഫേറ്റും അതേപോലെ തന്നെ കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് അസ്ഥികൾ മനുഷ്യനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നായുക്കളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അസ്ഥികൾ
സ്ഥാനഭ്രംശം കൂടാതെ, അതായത് ഇങ്ങനെ തെന്നിപ്പോകാതെ അതിൻ്റെ അകത്ത് എന്താണ് സന്ധിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നായുക്കളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അസ്ഥിസന്ധികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്നതിനായി സ്നേഹകമായി വർത്തിക്കുന്ന ദ്രവം എന്താണെന്ന് ചോദിച്ചാൽ അത് സൈനോവിയൽ ദ്രവമാണ്. അപ്പോൾ അസ്ഥികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്നേഹകമായിട്ട്, അതായത് നമ്മൾ ഈ പറയുന്ന ഓരോ എന്താണ് വീലിൻ്റെ ഒക്കെ ബെയറിങ്ങുകളിൽ നമ്മൾ എന്താണ് ഗ്രീസ് പുരട്ടും. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് അസ്ഥികൾ തമ്മിലുള്ള എന്താണ് ഉരസൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹകമായിട്ട് വർത്തിക്കുന്ന ദ്രവം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സൈനോവിയൽ ദ്രവം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അസ്ഥികൾ, അതായത് അസ്ഥിസന്ധികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹകമായി വർത്തിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈനോവിയൽ ദ്രവമാണ്. ഇനി അസ്ഥിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണത്തിന് പറയുന്ന പേരാണ് ക്യാപ്സ്യൂള്. അപ്പോൾ അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ നമ്മൾ പേനൊക്കെ എന്താണ് അത് നിബ്ബ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്പ് ഇട്ടല്ലേ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് അസ്ഥിയെ പൊതിഞ്ഞ് എന്ത് ചെയ്യുന്നു, ക്യാപ്പ് ഇട്ട് വച്ചു എന്ന് ഓർച്ചാൽ മതി. അപ്പോൾ ക്യാപ്സ്യൂൾ. അപ്പോൾ അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണത്തിന് പറയുന്ന പേരാണ് ക്യാപ്സ്യൂൾ. സ്വതന്ത്രമായി ചലിക്കുന്ന അസ്ഥികളെയാണ് സൈനോവിയൽ സന്ധികളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വതന്ത്രമായി ചലിക്കുന്ന അസ്ഥികളാണ് സൈനോവിയൽ സന്ധികൾ എന്ന് പറയുന്നത്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാണ് അക്ഷാസ്ഥികൂടം, ആക്സിൽ സ്കെൽട്ടൺ എന്ന് പറയുന്നത്, ആക്സിയൽ സ്കെൽട്ടൺ. അതേപോലെ തന്നെ അനുബന്ധ അസ്ഥികൂടം, അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം മക്കളെ? രണ്ടായി തരംതിരിക്കാം. അപ്പോൾ അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അക്ഷാസ്ഥികൂടം, ആക്സിയൽ സ്കെൽട്ടൺ എന്ന് പറയുന്നു. രണ്ട് അനുബന്ധ അസ്ഥികൂടം, അതായത് അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ എന്നാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം എത്രയാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം എത്രയാണ് എന്ന് മക്കളെ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. പഠിച്ചു വച്ചോ, 1 മാർക്ക് ഷുവർ ആണ്. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 80 എണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം. അപ്പോൾ എഴുതി വച്ചു പഠിച്ചോ, ഒരു നഷ്ടവും ഇല്ല. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 80 ആണ്. മനുഷ്യ ശരീരത്തിന്റെ ചട്ടക്കൂടായി വർദ്ധിക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ് അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ചട്ടക്കൂടായി വർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥയ്ക്ക് പറയുന്നതാണ് അക്ഷാസ്ഥികൂടം. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തലയോട്, നട്ടെല്ല്, മാറല്ല്, വാരിയല്ല്, ഇവയൊക്കെയാണ് മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? തലയോട്, നട്ടെല്ല്, മാറല്ല്, വാരിയല്ല്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തലയോട്, നട്ടെല്ല്, മാറല്ല്, വാരിയല്ല്. കപാലവും മുഖാസ്ഥികളും ചേർന്നതാണ് തലയോട് എന്ന് പറയുന്നത്. ആകെ തലയോട്ടിയിലെ അസ്ഥികൾ എത്ര എണ്ണമാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 22 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എത്രയാണ് തലയോട്ടിയിലെ അസ്ഥികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ആണ്. തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 29 ആണ്. അപ്പോൾ കപാലവും മുഖാസ്ഥികളും ചേർന്നതാണ് തലയോട്. അങ്ങനെ ആകെ അസ്ഥികളാണ് 22. തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 29 ആണെന്നുള്ളതും. മുഖത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 14 എണ്ണമാണ്. കപാലത്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 8 എണ്ണമാണ്. ചെവികളിൽ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 6 എണ്ണമാണ്. ഹയോയിഡിൽ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ അത് 1 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതായത് നാവിൻ്റെ ചുവട്ടിലായിട്ട് യു ആകൃതിയിൽ കാണപ്പെടുന്ന ഒരേ ഒരു അസ്ഥിയാണ് ഹയോയിഡ് എന്ന് പറയുന്നത്. അപ്പം നാവില്, നമ്മുടെ നാവിൻ്റെ അടിയിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന ഏക അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഹയോയിഡ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അങ്ങനെ 1 എണ്ണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. അതായത് മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളാണ് തലയോട്, നട്ടെല്ല്, മാറല്ല്, വാരിയല്ല്. കപാലവും മുഖാസ്ഥികളും ചേർന്നതാണ് തലയോട്. ആകെ അസ്ഥികൾ എന്ന് പറയുന്നത് എത്രയാണ്? 22 ആണ്. തലയിലെ ആകെ അസ്ഥികൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 29 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. തലയിലെ ആകെ അസ്ഥികൾ 29. മുഖത്താണെങ്കിൽ 14,
കപാലത്തിൽ 8 എണ്ണമാണ്, ചെവികളിൽ 6 എണ്ണം, ഹയോയിഡ് ഒരെണ്ണം. ഓക്കെ, അതായത് മസ്തിഷ്കത്തെ പൊതിയുന്ന കാഠിന്യമുള്ള ബാഹ്യ സംരക്ഷണ ആവരണമാണ് കപാലം എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തെ പൊതിയുന്ന കാഠിന്യമുള്ള ബാഹ്യ സംരക്ഷണ ആവരണമാണ് കപാലം. അതായത് മസ്തിഷ്കത്തെ വലിയ വലിയ എന്താണ് ഈ പറയുന്ന അപകടങ്ങളിൽ, അതായത് അല്ലെങ്കിൽ എന്താണ് ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ആ ഒരു ആവരണത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കപാലം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹയോയിഡ്, അതായത് നാവിന്റെ ചുവട്ടില് യു ആകൃതിയിൽ കാണപ്പെടുന്ന ഏക അസ്ഥിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, യെസ്, ഹയോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നാവിന്റെ ചുവട്ടില് യു ആകൃതിയിൽ കാണപ്പെടുന്ന ഏക അസ്ഥിയാണ് ഹയോയിഡ് എന്ന് പറയുന്നത്. അസ്ഥികൂടം മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവകങ്ങളാണ് സ്രാവും തിരണ്ടിയും. ചോദിച്ചേക്കണമെന്നാണ്, അസ്ഥികൂടം മുഴുവൻ തരുണാസ്ഥികളിൽ നിർമ്മിതമായ ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സ്രാവും അതേപോലെ തന്നെ തിരണ്ടിയുമാണ്. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന കീഴ്ത്താടി എല്ലാണ്. ഓക്കെ, അപ്പോൾ തലയോട്ടിയിലെ അസ്ഥിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഇമ്പോർട്ടൻ്റ് ആണ്, ഏതാണ്, കീഴ്ത്താടി എല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, കീഴ്ത്താടി എല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടി എല്ലാണ്. ഓക്കെ, ഓരോ മധ്യകർണവും 3 ചെറിയ അസ്ഥികൾ ഉൾക്കൊള്ളുന്നു. മാലീസ്, ഇൻകസ്, സ്റ്റേപ്പീസ് ഇവ ഒരുമിച്ച് അറിയപ്പെടുന്നതാണ് കർണാസ്ഥികൾ എന്ന് അറിയപ്പെടുന്നു. ഇയർ ഓസിക്കിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ പറയുന്ന ഓരോ മധ്യകർണത്തിലെയും 3 ചെറിയ അസ്ഥികൾ ഉൾക്കൊള്ളുന്ന മാലീസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ, 3 എണ്ണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാലീസ്, ഇൻകസ്, സ്റ്റേപ്പീസ് ഇവ എല്ലാം കൂടി ഒരുമിച്ച് അറിയപ്പെടുന്നതാണ് എന്തെന്ന്, കർണാസ്ഥികൾ അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് തവളയാണ്. അപ്പോൾ രൂപാന്തരണം, അതായത് നമുക്കറിയാം ആദ്യം നമുക്കതിനെ വാൽമാക്രി, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ വന്ന് 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 അവസാനം തവളയായിട്ട് മാറുന്നു. അങ്ങനെ രൂപാന്തരം നടക്കുന്ന നട്ടെല്ലുള്ള ജീവിയാണ് എന്തെന്ന് പറയുന്നത്, തവള. രൂപാന്തരം നടക്കുന്ന നട്ടെല്ലില്ലാത്ത ജീവി ഏതാന്ന് ചോദിച്ചാൽ എന്താണ്, ഈ പറയുന്ന കൊതുകാണ്. ഓക്കെ, അപ്പോൾ രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലില്ലാത്ത ജീവി ഏതാന്ന് ചോദിച്ചാൽ കൊതുകും, രൂപാന്തരം നടക്കുന്ന നട്ടെല്ലുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് തവളയുമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു പറയാം. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അസ്ഥികളെക്കുറിച്ച് പറഞ്ഞു, അസ്ഥി വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്കെലിറ്റൽ സിസ്റ്റം. അതായത് അസ്ഥികളും കുറച്ച് തരുണാസ്ഥികളും അടങ്ങുന്ന ചട്ടക്കൂടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശരീരചലനങ്ങളിൽ ഈ വ്യവസ്ഥയാണ് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. ഓക്കെ, ഇനി അസ്ഥിയും അതേപോലെ തന്നെ തരുണാസ്ഥിയും, അതായത് കാട്രിലേജ് എന്നാണ് പറയുന്നത്, കാർട്ടിലേജ് എന്നാണ് തരുണാസ്ഥിക്ക് നമ്മൾ പറയുന്നത്. സവിശേഷമായ യോജക കലയാണ് അസ്ഥിയും തരുണാസ്ഥിയും എന്ന് പറയുന്നത്. അതായത് കണക്റ്റീവ് ടിഷ്യൂ. കാൽസ്യം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് അസ്ഥികൾക്ക് വളരെ കൂടിയ മാട്രിക്സ് ആണ് ഉള്ളത്. അപ്പോൾ മാട്രിക്സ് എന്ന് നമ്മൾ പറഞ്ഞു, അതായത് അസ്ഥി അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മാട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ തന്നെ ഈ ബന്ധന കലകളുണ്ട്. അപ്പോൾ ഓരോ കൈവിരലും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറയുന്ന കാൽവിരലുകൾ, ഇതൊക്കെ എന്താണ്, കാൽവിരലുകളിലെ നഖങ്ങളൊക്കെ വരുന്നത് മാട്രിക്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഈ പറയുന്ന കൈ വിരലുകളിലെ നഖങ്ങളും അതേപോലെ തന്നെ കാൽവിരലുകളുടെ നഖങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ്, ഒരു ജെല്ലി പോലുള്ള എന്താണ് ഘടനയാണ് ഈ പറയുന്ന മാട്രിക്സ് എന്നുള്ളത്. ഓക്കെ, വലിയ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് ചോദിക്കത്തില്ല. കോൺട്രിയാറ്റിൻ ലവണങ്ങൾ തരുണാസ്ഥികൾക്ക് ഒരു വഴക്കമുള്ള മാട്രിക്സ് പ്രദാനം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു അസ്ഥികളെക്കുറിച്ചുള്ള പഠനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് 206. എന്നാൽ നവജാത ശിശുക്കളിൽ ആണെങ്കിലോ 300 എണ്ണമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ്, ബേസ് ചോദ്യങ്ങളാണ് കേട്ടോ, തെറ്റിക്കരുത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അല്ലെങ്കിൽ ഭീമർ. എന്നാൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ചെവിയിൽ കാണുന്ന സ്റ്റേപ്പീസ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്
കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. വെരി വെരി ഇമ്പോർട്ടൻ്റ്. കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആരോഗ്യമായ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, വൈറ്റമിൻ ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹമാണ് ഏതെന്ന് പറയുന്നത് കാൽസ്യം. ഓക്കെ, അപ്പോൾ അസ്ഥികൾ എന്താണ് അതിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം. നമ്മൾ പറയാറില്ല കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചില മൃഗങ്ങളെയൊക്കെ ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നില്ല, നേരെ മറിഞ്ഞു കിടന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറയാറുണ്ട് എന്താണ് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അത് ഓക്സിജൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമ്മളൊരു കോഡ് പറഞ്ഞു, ബോഫൻ എന്ന് പറയുന്ന കോഡ്. അതായത് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അപ്പോൾ ഭൂമിയിലാണെങ്കിലോ ഓക്സിജൻ, BO. അപ്പോൾ മക്കളെ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചു, പഠിച്ചോ. പുതിയതായിട്ട് കാണുന്നതാണ് നിങ്ങൾ ഈ കോഡെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ്ങും ഇല്ലാതെ എക്സാമിൽ ഈ ബേസ് 3 ചോദ്യങ്ങളുടെയും ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഭൂമിയിലാണെങ്കിൽ ഓക്സിജൻ BO, ഇനി പ്രപഞ്ചത്തിലാണെങ്കിൽ ഹൈഡ്രജൻ PH, ഇനി അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജൻ AN. ഓക്കെ, അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് പോസ്റ്റിയോപോറിസ്, അർത്രൈറ്റിസ്, റിക്കറ്റ്, ഓസ്റ്റിയോമലേഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണെന്നുള്ളത് ഓർക്കുക. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു അസ്ഥികൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാ, കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റുമാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്, ഈ പറയുന്ന നമ്മൾ പറഞ്ഞു കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അസ്ഥികളുടെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിൽക്കുന്നത് സ്നായുക്കളാണ്. അസ്ഥിയിൽ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്നതിനായിട്ട് സ്നേഹമായി വർത്തിക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണത്തിന് പറയുന്നത്, പൊതിഞ്ഞ് സംരക്ഷിച്ചു, ക്യാപ്പ് ഇട്ട് വച്ചു, അപ്പോൾ എന്താണ് ക്യാപ്സ്യൂൾ. സ്വതന്ത്രമായി ചലിക്കുന്ന അസ്ഥികളെയാണ് സൈനോവിയൽ സന്ധികൾ എന്ന് പറയുന്നത്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് അക്ഷാസ്ഥികൂടം ആക്സിയൽ സ്കെൽറ്റൻ എന്നും അനുബന്ധാസ്ഥികൂടം അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്നും രണ്ടായി തരംതിരിക്കാം. ഇതിൽ ഒത്തിരി തവണ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ അക്ഷാസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 80 എണ്ണമാണ്. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം പഠിച്ചു വച്ചോ 80. മനുഷ്യ ശരീരത്തിൻ്റെ ചട്ടക്കൂടായി വർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ് അക്ഷാസ്ഥികൂടം. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തലയോട്, നട്ടെല്ല്, മാറെല്ല്, വാരിയെല്ല്. കപാലവും മുഖാസ്ഥികളും ചേർന്നതാണ് തലയോട്. അങ്ങനെ ആകെ 22. തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം 29. മുഖത്തിനാണെങ്കിലോ 14, കപാലം 8, ചെവികൾ 6, ഹയോയിഡ് 1. മസ്തിഷ്കത്തെ പൊതിയുന്ന കാഠിന്യമുള്ള ബാഹ്യ സംരക്ഷണമാണ് എന്തെന്ന് പറയുന്നത് കപാലം. നാവിൻ്റെ ചുവട്ടിൽ U ആകൃതിയിൽ ഓർത്തുവച്ചോ, നാവിൻ്റെ ചുവട്ടിൽ U ആകൃതിയിൽ കാണപ്പെടുന്ന ഏക അസ്ഥിയാണ് ഹയോയിഡ്. അസ്ഥികൂടം മുഴുവൻ തരുണാസ്ഥികളാൽ നിർമ്മിതമായ ജീവകങ്ങളാണ്, സ്രാവും അതേപോലെ തന്നെ തിരണ്ടിയും. തലയോട്ടിയിൽ അസ്ഥിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി, തലയോട്ടിയിലെ അസ്ഥികളിലെ ചലന സ്വാതന്ത്ര്യം ആർക്കാണ്, കീഴ്ത്താടി എല്ലിനാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ, ഈ പറയുന്ന കീഴ്ത്താടി എല്ലാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല്. ഓരോ മധ്യകർണവും 3 ചെറിയ അസ്ഥികൾ ഉൾക്കൊള്ളുന്നു. മാലീസ്, ഇൻകസ്, സ്റ്റേപ്പീസ് ആണ്. ഇവ 3നെയും കൂട്ടി പറയുന്നതാണ് കർണാസ്ഥികൾ അല്ലെങ്കിൽ ഇയർ ഒസിക്കിൾസ് എന്ന് പറയുന്നത്. രൂപാന്തരം നടക്കുന്ന നട്ടെല്ലുള്ള ജീവിയാണ് തവള. അപ്പോൾ രൂപാന്തരം നടക്കുന്ന നട്ടെല്ലുള്ളതാണെങ്കിൽ തവളയും, രൂപാന്തരം നടക്കുന്ന നട്ടെല്ലില്ലാത്ത ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊതുകുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ബേസ് ആയിട്ട് ആ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ബാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും PSC എക്സാമുകളിൽ ചോദിക്കാറുള്ള എന്നാൽ നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. അപ്പോൾ എന്താണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം? ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, പാറ്റല്ല. കണങ്കൈയിലെ അസ്ഥികളാണ് റേഡിയസും അൾനയും. അപ്പോൾ
കണങ്കയിലെ നമ്മുടെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് റേഡിയസും അൾനയും. ഇനി കണങ്കാലിലെ അസ്ഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ടിബിയയും ഫിബുലയുമാണ്. അപ്പോൾ ടിബിയ ഫിബുലയാണ് കണങ്കാലിലെ അസ്ഥികൾ. വിരലിലെ അസ്ഥികളാണ് ഫലാഞ്ചസ്. അപ്പോൾ ഫലാഞ്ചസ് എവിടത്തെയാണ്? വിരലിലെ അസ്ഥികൾ. അപ്പോൾ ഈ 4 ഓർത്തു വച്ചോ, 1 മാർക്ക് അവിടെ വീഴും. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല, മുട്ടുപാറ്റ. കണങ്കയിലെ അസ്ഥികളാണ് റേഡിയസ് അൾന. കണങ്കാലിലെ അസ്ഥികളാണ് ടിബിയ ഫിബുല. വിരലിലെ അസ്ഥികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫലാഞ്ചസ് എന്ന് പറയുന്നത്. മനുഷ്യൻ ജനിക്കുമ്പോൾ ശരീരത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 33 എണ്ണമാണ്. മനുഷ്യൻ ജനിക്കുമ്പോൾ കശേരുക്കളുടെ എണ്ണമാണ് 33. പ്രായപൂർത്തിയാകുന്നതോടെ ചില കശേരുക്കൾ ചേർന്നുണ്ടാകുന്ന പുതിയ കശേരുക്കളാണ് സാക്രൽ എന്ന് പറയുന്നത്. അതായത് 5 എണ്ണം യോജിക്കുന്നതാണ് ഈ പറയുന്ന സാക്രൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രായപൂർത്തിയാകുന്നതോടെ ചില കശേരുക്കൾ ചേർന്നുണ്ടാകുന്ന പുതിയ കശേരുക്കളാണ് സാക്രൽ എന്ന് പറയുന്നത്. അടുത്തത് കോക്സിസ്, അതായത് 4 എണ്ണം യോജിക്കുന്നതാണ് കോക്സിസ്. ഇനി മുതിർന്നവരിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 26 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മുതിർന്നവരിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാണ്? യെസ്, 26 ആണ്. മുതിർന്നവരിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 26 ആണ്. തലയോടിനെ നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവുമായി 2 ഓക്സിപിറ്റൽ കോൺഡൈലുകളുടെ സഹായത്താൽ യോജിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തലയോടിനെ നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവുമായി 2 ഓക്സിപിറ്റൽ കോൺഡൈലുകളുടെ സഹായത്താലാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വച്ചോ, എന്താണ്? ഓക്സിപിറ്റൽ കോൺഡൈലുകളുടെ സഹായത്തോടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തലയോടിനെ നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവുമായി 2 ഓക്സിപിറ്റൽ കോൺഡൈലുകളുടെ സഹായത്താൽ യോജിപ്പിച്ചിരിക്കുന്നു. നട്ടെല്ല് തലയോടിൻ്റെ കീഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി ഉടൽ ഭാഗത്തിൻ്റെ മുഖ്യ ചട്ടക്കൂടായി വർത്തിക്കുന്നു. ഓരോ കശേരുവിൻ്റെയും മധ്യത്തെ പൊള്ളയായ ഭാഗത്തിന് പറയുന്നതാണ് സുഷുപ്ന നാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സുഷുപ്ന നാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട്ടെല്ലും അതേപോലെ തന്നെ എന്താണ് തലയോടിൽ നിന്ന്, ഓക്കെ, നട്ടെല്ലിനും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന തലയോട്, നട്ടെല്ലിനും അതേപോലെ തന്നെ എന്താണ് തലയോടിൻ്റെ കീഴ്ഭാഗത്ത്, നട്ടെല്ലിനും തലയോടിൻ്റെ കീഴ്ഭാഗത്ത് നിന്നും തുടങ്ങി ഉടൽ ഭാഗത്തിൻ്റെ മുഖ്യ ചട്ടക്കൂടായി വർത്തിക്കുന്ന ഓരോ കശേരുവിൻ്റെയും മധ്യത്തിലെ പൊള്ളയായിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ സുഷുപ്ന നാളി എന്ന് പറയുന്നത്. സുഷുപ്ന നാഡി കടന്നു പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഷുപ്ന നാളിയിലൂടെയാണ് സുഷുപ്ന നാഡി കടന്നു പോകുന്നത്. ഒന്നാമത്തെ കശേരുവായ അറ്റ്ലസ് ഹോസ്പിറ്റൽ കോണ്ടൈലുകളുടെയുമായി സംയോജിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സുഷുപ്ന നാളി എന്താണ്? സുഷുപ്ന നാളി എന്ന് പറയുമ്പോൾ നട്ടെല്ല് തലയോടിൻ്റെ കീഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി ഉടൽ ഭാഗത്തിൻ്റെ മുഖ്യ ചട്ടക്കൂടുമായി വർത്തിക്കുന്നു ഓരോ കശേരുവിൻ്റെയും മധ്യത്തിലെ പൊള്ളയായിട്ടുള്ള ഭാഗമാണ് സുഷുപ്ന നാളി. ഈ സുഷുപ്ന നാളി എന്ന് പറയുന്നതിലൂടെയാണ് സുഷുപ്ന നാഡി കടന്നു പോകുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അസ്ഥിയും എണ്ണവും. തലയിൽ 29, നമ്മൾ പറഞ്ഞു തലയിലുള്ള അസ്ഥികൾ 29, തോൾവലയം 4, മാറല് 1, വാരിയല് 24, നട്ടെല്ല് 26. കൈകളിലെ അസ്ഥികളാണെങ്കിൽ 60 ആണ്. അതായത് ഒരു കയ്യിൽ 30ഉം മറ്റു കയ്യിൽ 30, അങ്ങനെ 2 കൈയിൽ കൂടി 60 എണ്ണം. ശ്രോണി വലയം ഇടുപ്പെല്ല് 2 ആണ്. കാലിലെ അസ്ഥികളാണെങ്കിൽ 60 എണ്ണമാണ്. 30 എണ്ണം ഒരു കാലിലും 30 എണ്ണം മറ്റു കാലിലും. ആകെ അസ്ഥികൾ അങ്ങനെ 206 എണ്ണമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അസ്ഥിയും അതേപോലെ തന്നെ അവയുടെ എണ്ണവും എത്രയാണെന്നുള്ളത്. തലയിൽ 29, തോൾവലയം 4, മാറല് 1, വാരിയല് 24, നട്ടെല്ല് 26. കൈകളിലെ അസ്ഥികളാണെങ്കിൽ 60, ശ്രോണി വലയം 2, കാലിലെ അസ്ഥികളാണെങ്കിൽ 60, ആകെ അസ്ഥികൾ 206. ഓക്കെ, തലയോടിൽ നിന്ന് തുടങ്ങുന്ന നട്ടെല്ല് 5 ആയി വേർതിരിച്ചിരിക്കുന്നു. സെർവിക്കിൾ അഥവാ കണ്ടകശേരുക്കൾ എന്നാണ് പറയുന്നത്. അത് 7 എണ്ണമാണുള്ളത്. റാസിക് അഥവാ ഔരകശേരുക്കൾ അതിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 12 എണ്ണമാണ്. ലംബാർ അത് എത്രയാണെന്ന് ചോദിച്ചാൽ 5 എണ്ണമാണ്. സേക്രൽ ഒന്നിലധികം കശേരുക്കൾ യോജിച്ചുണ്ടാവുകയാണ് സേക്രൽ എന്ന് പറയുന്നത്. അടുത്തത് കോക്സീജിയൽ, ഒന്നിലധികം കശേരുക്കൾ യോജിച്ചുണ്ടായവയാണ് കോക്സീജിയൽ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വച്ചോ. അതേപോലെ തന്നെ മനുഷ്യനുൾപ്പെടെ ഒട്ടുമിക്ക സസ്തനികളിലും സെർവിക്കൽ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7 എണ്ണമാണ്. അപ്പോൾ മനുഷ്യനുൾപ്പെടെയുള്ള
എല്ലാ സസ്തനികളിലെയും സെർവിക്കിളിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ, അതായത് സെർവിക്കിൾ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 7 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനികളിലെ സെർവിക്കിൾ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7 എണ്ണമാണ്. റാസിക് അഥവാ ഔരസ കശേരുക്കളുടെ എണ്ണമാണ് 12. ലംബാർ എന്ന് പറയുന്നത് 5, സേക്രൽ 1, കോക്സീജിയൽ 1 ആണ്. ഓക്കെ, ഇനി സന്ധികളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗമോ അല്ലെങ്കിൽ അസ്ഥികളും തരുണാസ്ഥികളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമോ ആണ് സന്ധികൾ അഥവാ ജോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥികൾ പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗമോ അല്ലെങ്കിൽ അസ്ഥികളും തരുണാസ്ഥികളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം, ഇതിനെയാണ് സന്ധി അഥവാ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഏതെങ്കിലും 2 അസ്ഥികൾ, ഒന്നുകിൽ അസ്ഥികൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാം, അല്ലെങ്കിൽ അസ്ഥികളും തരുണാസ്ഥികളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം, ഇതിനെ രണ്ടിനെയും നമ്മൾ പറയുന്നതാണ് ജോയിൻസ് അഥവാ സന്ധി എന്ന് പറയുന്നത്. പേശികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബലം ഉപയോഗിച്ച് സന്ധികളിലൂടെയാണ് ചലനം സാധ്യമാകുന്നത്. അപ്പോൾ പേശികൾ ഉൽപ്പാദിപ്പിക്കുന്ന ബലം ഉപയോഗിച്ച് സന്ധികളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചലനം സാധ്യമാകുന്നത്. സന്ധികളുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് സന്ധികളെ നമുക്ക് തരംതിരിക്കാം. തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി, അതായത് ഫൈബ്രോസ് ജോയിൻസ് എന്നാണ് തന്തുക്കളാൽ നിർമ്മിതമായ സന്ധിയെ പറയുന്നത്. അടുത്തതാണ് തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധി. ഓക്കെ, അപ്പോൾ തന്തുക്കളാൽ നിർമ്മിതമായ സന്ധിക്ക് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത്. ഫൈബ്രോസ് ജോയിൻസ്, ഇപ്പോൾ ഇതിപ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എന്താണ്, നിലവിലെ എന്തിനെ കുറിച്ച്, അതായത് തന്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ള സന്ധി, തന്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ള സന്ധിക്ക് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത്. തന്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ളവയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത്. തന്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ളവയാണ് ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത്. അടുത്തത് തരുണാസ്ഥികളാൽ നിർമ്മിതമായ സന്ധി, അതിനെയാണ് കാർട്ടിലേജിയസ് ജോയിൻസ് എന്ന് പറയുന്നത്. കാർട്ടിലേജിയസ് ജോയിൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൈനോവിയൽ ജോയിൻസ്, അങ്ങനെ 3 എണ്ണമാണ് നിലവിലുള്ളത്. അപ്പോൾ ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നു, അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന കാർട്ടിലേജിയസ് ജോയിൻസ് എന്ന് പറയുന്നു, അതേപോലെ തന്നെ സൈനോവിയൽ ജോയിൻസ് എന്നും പറയുന്നു. തന്തുക്കളാൽ നിർമ്മിതമായ സന്ധിയാണ് ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത്. ഒരു ചലനവും സാധ്യമല്ല. ഇത്തരം സന്ധികൾ തലയോടിലെ പരന്ന അസ്ഥികളിൽ കാണപ്പെടുന്നു. ഈ അസ്ഥികളുടെ അഗ്രഭാഗങ്ങളെ ഇടതിങ്ങിയ തന്തുക്കൾ പോലെയുള്ള യോജകലകളെ തുന്നിച്ചേർത്താണ് കപാലം രൂപം കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് തലയിൽ ആകെ എന്താണ് ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി എന്ന് പറയുന്നത് കീഴ്ത്താടിയല്ല. അപ്പോൾ ബാക്കിയൊന്നിനും എന്തില്ല, ചലന സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത് എവിടെയാ, ഈ തലയിലുള്ള എന്താണ് ഒരു ചലനവും സാധ്യമല്ലാത്ത അസ്ഥികളാണ് ഏതെന്ന് പറയുന്നത്, ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സന്ധി എന്ന് പറയുന്നതിൽ എന്താണ്, യാതൊരുവിധ ചലനവും എന്തില്ല, സാധ്യമല്ല. ഇത്തരം സന്ധികൾ തലയോട്ടിയിലെ പരന്ന അസ്ഥികളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചലന സ്വാതന്ത്ര്യം ഇല്ല ഏത്, ഫൈബ്രോസ് ജോയിൻസ്. ഈ അസ്ഥികളുടെ അഗ്രഭാഗങ്ങൾ ഇടതിങ്ങിയ തന്തുക്കൾ പോലെയുള്ള യോജകലകൾ തുന്നിച്ചേർത്താണ് കപാലം രൂപം കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ല, ചലന സ്വാതന്ത്ര്യം ഇല്ല. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന സന്ധികൾ തലയോട്ടിയിലെ പരന്ന അസ്ഥികളിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി തരുണാസ്ഥി സന്ധി, അതായത് കാർട്ടിലീജിനിയസ് ജോയിൻസ് എന്ന് പറയുന്നത്. അസ്ഥികൾ പരസ്പരം തരുണാസ്ഥികളുടെ സഹായത്താൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. നട്ടെല്ലിലെ അടുത്തടുത്ത കശേരുക്കളുടെ ഇടയിലുള്ള സന്ധി ഈ മാതൃകയിലാണ് ഉള്ളത്. ഇത് പരിമിതമായ ചലനം അനുവദിക്കുന്നു. അപ്പോൾ തരുണാസ്ഥി സന്ധി എന്ന് പറയുന്നത് അസ്ഥികൾക്ക് എന്താണ്, പരസ്പരം തരുണാസ്ഥികളുടെ സഹായത്താൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന നട്ടെല്ലിലെ അടുത്തുള്ള കശേരുക്കളുടെ ഇടയിലുള്ള ചെറിയ സന്ധിയാണ് ഈ ഒരു തരുണാസ്ഥി സന്ധി. ഇതിൽ വലിയ എന്താണ് മാരകമായിട്ടുള്ള ചലനമൊന്നുമില്ല, ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ പരിമിതമായ ചലനം അനുവദിക്കുന്നതാണ് തരുണാസ്ഥി സന്ധി എന്ന് പറയുന്നത്. അടുത്തതാണ് സൈനോവിയൽ സന്ധി. 2 അസ്ഥികൾ പരസ്പരം ബന്ധിക്കുന്ന ഉപരിതലങ്ങളുടെ ഇടയിൽ ദ്രാവകം നിറഞ്ഞ സൈനോവിയൽ അറ കാണപ്പെടുന്നു. ഈ ക്രമീകരണം ചലനം സുഗമമാക്കാൻ സഹായിക്കുന്നു. ഈ സന്ധികളാണ് സഞ്ചാരത്തിനും മറ്റ് അനവധി ചലനങ്ങൾക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈനോവിയൽ സന്ധിയാണ്. അതായത് മനുഷ്യനിലെ എല്ലാ ചലനവും സുഗമമാക്കാൻ സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സൈനോവിയൽ സന്ധി.
സൈനോവിയൽ സന്ധികൾക്ക് ഉദാഹരണമാണ് ഗോളര സന്ധി, വിജാഗിര സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, പര്യാണ സന്ധി. അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് സൈനോവിയൽ സന്ധിയാണ്. അപ്പോൾ സൈനോവിയൽ സന്ധിക്കുള്ള എക്സാമ്പിൾസ് ആണ് ഗോളര സന്ധി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് വിജാഗര സന്ധി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് തെന്നി നീങ്ങുന്ന സന്ധി, പര്യാണ സന്ധി. ഇതൊക്കെയാണ് സൈനോവിയൽ സന്ധികൾക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. സന്ധികളിൽ കർഷണം കുറയ്ക്കുന്നതാണ് അസ്ഥി, തരുണാസ്ഥി എന്ന് പറയുന്നത്. അപ്പോൾ സന്ധികളിൽ കർഷണം കുറയ്ക്കുന്ന അസ്ഥിയാണ് തരുണാസ്ഥി. മനുഷ്യ ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധികളാണ് അചല സന്ധികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അചല സന്ധി? അചലം എന്ന് വെച്ചാൽ എന്താണ്? ചലിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാത്ത സന്ധികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അചല സന്ധികൾ എന്ന് പറയുന്നത്. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ് ഗോളര സന്ധി. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധിയാണ് ഗോളര സന്ധി. സന്ധികളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സന്ധികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ആർത്രോളജി. ഓക്കെ, അപ്പോൾ സന്ധികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ആർത്രോളജി എന്നാണ് സന്ധികളെ കുറിച്ചുള്ള പഠനം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കത്തിന് പറയുന്നതാണ് ഗൗട്ട്. അതേപോലെ തന്നെ ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നതാണ്. ഒരിക്കൽ PSC ചോദിച്ചാണ് ഇടുപ്പിലെ സന്ധി താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പെൽവിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നതാണ് പെൽവിസ് എന്ന പേരിലാണ് ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നത് പെൽവിസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സന്ധികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അസ്ഥികൾ പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗമോ അല്ലെങ്കിൽ അസ്ഥികളും അതേപോലെ തന്നെ തരുണാസ്ഥികളും തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗമോ ആണ് സന്ധികൾ അഥവാ ജോയിൻസ് എന്ന് പറയുന്നത്. പേശികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബലം ഉപയോഗിച്ച് സന്ധികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യന് ചലനം സാധ്യമാകുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞു സന്ധികളെ അവയുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് തരംതിരിക്കാം? 3ആയി തരംതിരിക്കാം. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്? തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി, അതായത് ഫൈബ്രോസ് ജോയിൻസ് എന്ന് പറയുന്നത്, ഫൈബ്രോസ് ജോയിൻസ്. രണ്ടാണ് തരുണാസ്ഥികളിൽ നിർമ്മിതമായ, അതായത് കാർട്ടിലിജീനിയസ് സന്ധി, അതായത് കാർട്ടിലിജീനിയസ് ജോയിൻസ് എന്ന് പറയുന്നു. അടുത്തതാണ് സൈനോവിയൽ സന്ധി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫൈബ്രസ് ജോയിൻസ്, അതായത് വേറെ ഒന്നും ആലോചിക്കേണ്ട, ചലനം സാധ്യമല്ല. ഏത്? ഫൈബ്രസ് എന്ന് പറയുന്നത്. ഫൈബ്രസിൽ ചലനം സാധ്യമല്ല. അതേപോലെ തന്നെ എന്താണ് ഇത്? എന്താണ്? തലയോട്ടിയിലെ പരന്ന അസ്ഥികളിലാണ് കാണപ്പെടുന്നത്. ഏത്? തന്തുക്കളാൽ നിർമ്മിതമായ സന്ധി. തരുണാസ്ഥി സന്ധി, അതായത് കാർട്ടിലിജീനിയസ് ജോയിൻസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നിലവിലെ പരിമിതമായ ചലനമാണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? അസ്ഥികൾ പരസ്പരം തരുണാസ്ഥികളുടെ സഹായത്താൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന നട്ടെല്ലിലെ കശേരുക്കളുടെ ഇടയിലുള്ള സന്ധിയാണ് ഏതെന്ന് പറയുന്നത്? തരുണാസ്ഥി സന്ധി. അടുത്തത് സൈനോവിയൽ സന്ധി, അതായത് നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ ചലനവും സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് സൈനോവിയൽ സന്ധി എന്ന് പറയുന്നത്. ഈ സൈനോവിയൽ സന്ധിക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഗോളര സന്ധി, വിജാഗര സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, പര്യാണ സന്ധി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഗോളര സന്ധിയാണെന്നുള്ളതും. സന്ധികളെക്കുറിച്ചുള്ള പഠനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. സന്ധികളെക്കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കത്തിന് പറയുന്നതാണ് എന്തെന്ന്? ഗൗട്ട് എന്ന് പറയുന്നത്. ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നതാണ് പെൽവിസ് എന്ന പേരിലാണ് ഇടുപ്പിലെ സന്ധി അറിയപ്പെടുന്നത്. ഇനി അസ്ഥികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന പ്രധാന തകരാറുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സന്ധിവാദം, അതായത് റൂമാറ്റിക് ആർത്രൈറ്റിസ്. ഓക്കെ, റൂമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതാണ് സന്ധിവാദം. അതായത് സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. തരുണാസ്ഥി വലയത്തിന് തകരാറ്, അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, സന്ധികളിലുണ്ടാകുന്ന നീർവീക്കം, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സന്ധിവാദം അല്ലെങ്കിൽ റൂമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, അതേപോലെ തന്നെ പ്രായാധിക്യം എന്നിവയാണ് ഇതിൻ്റെ കാരണം. സന്ധിവാദത്തിൻ്റെ തരുണാസ്ഥി വലയത്തിന് തകരാറ്, അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, സന്ധികളിലുണ്ടാകുന്ന നീർവീക്കമാണ് ഇതിന് കാരണം. അടുത്തതാണ് അസ്ഥി സ്ഥാന ഭ്രംശം, ഡിസ്ലൊക്കേഷൻ. സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം, സ്നായുക്കൾക്ക് തകരാറ്, കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം, ഇതൊക്കെയാണ്
അസ്ഥി സ്ഥാനഭ്രംശം ഡിസ്ലൊക്കേഷൻ കൊണ്ട് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ ഡിസ്ലൊക്കേഷൻ, അസ്ഥി സ്ഥാനഭ്രംശം. എന്താണ്? സന്ധികളിലെ അസ്ഥികൾക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സ്ഥാനമാറ്റം. അതേപോലെ തന്നെ എന്താണ്? സ്നായുക്കൾക്ക് തകരാറ് വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത്? നമുക്കിത് ചലിപ്പിക്കാൻ പറ്റൂല. എന്ത്? കാലുകളാണെങ്കിലും കൈകളാണെങ്കിലും എന്താണ്? കഠിനമായ നീർവീഴ്ചയും എന്തുണ്ടാവും? ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അടുത്തതാണ് ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യലാണ് എന്തെന്ന് പറയുന്നത്? ഉളുക്ക് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? സ്പ്രെയിൻ എന്ന് പറയുന്നത്. കഠിനമായ നീർവീക്കം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതായത് നല്ല നീരുണ്ടാവും ഈ പറയുന്ന സ്നായുക്കൾ വലിയോ അല്ലെങ്കിൽ പൊട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ. അടുത്തതാണ് അസ്ഥിക്ഷയം, ഓസ്റ്റിയോപോറിസിസ്. അതായത് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാക്കി ഒടിവ് സംഭവിക്കുന്ന അസ്ഥിയാണ് അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകുന്നു. ഇടുപ്പിലെ അതേപോലെ തന്നെ മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളിൽ കൂടുതൽ ഇത് ബാധിക്കുന്നു. അതേപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതാണ് ഈ പറയുന്ന അസ്ഥിക്ഷയം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഈസ്ട്രജൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവാണ് അസ്ഥിക്ഷയത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത്. അടുത്തത് പേശി ക്ഷയം, അതായത് മസ്കുലാർ ഡിസ്ട്രോഫി. അതായത് ജനിതക അപാധകൾ മൂലം അസ്ഥി പേശി കാലക്രമേണ ഉണ്ടാകുന്ന നാശം. ഓക്കെ, അപ്പോൾ അപാകതകളാണ് കേട്ടോ, അപാകതകൾ. ഓക്കെ, അപ്പോൾ ജനിതക അപാകതകൾ മൂലം അസ്ഥിപേശി കാലക്രമേണ ഉണ്ടാകുന്ന നാശം. പല കാരണങ്ങളാൽ പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥ, പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. അപ്പോൾ പേശിക്ഷയം, മസ്കുലാർ ഡിസ്ട്രോഫി കാണപ്പെടുന്നത് ഇതൊരു ജനിതക അപാകതകൾ മൂലമുണ്ടാകുന്ന എന്താണ്? രോഗമാണ്. ആൺകുട്ടികളിലാണ് ഈ രോഗം കാണപ്പെടുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് രക്തവാതം അഥവാ ഗൗട്ട്. പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീക്കമാണ് എന്തെന്ന് പറയുന്നത്? രക്തവാതം അല്ലെങ്കിൽ ഗൗട്ട് എന്ന് പറയുന്നത്. പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീക്കത്തെയാണ് എന്തെന്ന് പറയുന്നത്? രക്തവാതം. അടുത്തത് ക്ഷതവാതം, അതായത് ടെട്ടനി. ശരീരദ്രവത്തിൽ കാൽസ്യം അയോണുകൾ കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്നു. ഇതിനെയാണ് ടെറ്റനി എന്ന് പറയുന്നത്. അപ്പോൾ ശരീരദ്രവത്തിലെ കാൽസ്യം അയോണുകൾ കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്നു. ഇതാണ് ക്ഷതവാതം. അടുത്തത് സന്ധിയും ശരീരഭാഗവും. ഗോളരസന്ധി, അത് തോളെല്ലിലെ ഇടുപ്പെല്ല്. അപ്പോൾ ഗോളരസന്ധിയാണ് തോളെല്ലിലെ ഇടുപ്പെല്ല്. ഹ്യൂമറിസിനും തോൾ വലയത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത് ഗോളരസന്ധി. ഇനി വിജാഗിരി സന്ധി, അത് കൈമുട്ടും കാൽമുട്ടുമാണ്. വിജാഗിരി അതായത് കൈമുട്ട്, അതേപോലെ തന്നെ കാൽമുട്ട്. ഗോളരസന്ധി എന്ന് പറയുന്ന തോളെല്ലും അതേപോലെ തന്നെ ഇടുപ്പിലെ എല്ലുമാണ് ഏതെന്ന് പറയുന്നത്? ഗോളരസന്ധി. ഇനി കീലസന്ധി എന്ന് പറയുന്ന തലയോടും അതേപോലെ തന്നെ നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന സ്ഥലമാണ്. അതായത് കഴുത്ത് അറ്റ്ലസിൻ്റെയും ആക്സിസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്നതാണ് കീലസന്ധി. അതായത് തലയോടിൻ്റെയും നട്ടെല്ലിൻ്റെയും മുകൾ ഭാഗം ചേരുന്ന സ്ഥലമാണ് കീലസന്ധി. തെന്നി നീങ്ങുന്ന സന്ധി, കൈപ്പുഴ, കാൽപ്പുഴയൊക്കെയാണ് തെന്നി നീങ്ങുന്ന സന്ധി. പര്യാണ സന്ധി, തള്ളവിരൽ കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിലാണ് പര്യാണ സന്ധി കാണപ്പെടുന്നത്. അപ്പോൾ പര്യാണ സന്ധി കാണപ്പെടുന്നത് തള്ളവിരലിലും കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പലിൻ്റെയും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സന്ധികളെയും അതേപോലെ തന്നെ അസ്ഥികൾക്കും പേശികൾക്കും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട തകരാറുകൾ ഓർത്തു വെച്ചോ. സന്ധിവാദം, റുമാറ്റിക് ആർത്രൈറ്റിസ്, അസ്ഥി സ്ഥാനഭ്രംശം അതായത് ഡിസ്ലൊക്കേഷൻ, അതേപോലെ തന്നെ ഉളുക്ക് സ്പ്രെയിൻ, അസ്ഥിക്ഷയം ഓസ്റ്റിയോപോറോസിസ്, അതേപോലെ തന്നെ പേശിക്ഷയം മസ്കുലാർ ഡിസ്ട്രോഫി, രക്തവാദം ഗൗട്ട്, അതേപോലെ തന്നെ ക്ഷതവാദം ടെറ്റനി. ഇനി സന്ധിയും ശരീരഭാഗവും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും പറഞ്ഞു പഠിച്ച് തന്നെയാണ് നമ്മൾ പോയത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. മാക്സിമം ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൻ്റെ PDF നോട്ട് വായിക്കുക. അതിനുശേഷം വൈകിട്ട് 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. അതിൽ കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും
2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള സർക്കാർ ജോലി ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനാൽ എനിക്ക് പറ്റുന്ന മാക്സിമം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് അസ്ഥി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും റിലേറ്റീവ്സിലേക്കും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളാൽ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണത്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പക്കാ ഫ്രീ ആയിട്ട് വിത്ത് PDF നോട്ട് കൂടിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ വരട്ടെ എന്ന് തീർച്ചയായും ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.